ഹലോ, ഇന്ന് നമുക്ക് ഡബിൾ ലെയർ വരുന്ന ഒരു ഗ്രീൻ തീമിലുള്ള ഇൻവിസിബിൾ ചെയിൻ ചെയ്തെടുത്താലോ. അപ്പോൾ ഇൻവിസിബിൾ ചെയിൻ്റെ ഒരു ട്രെൻഡിങ് സമയത്ത് ഒത്തിരി 1 ലെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഡബിൾ ലെയർ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഒരു ആൻറ്റിക് ബീഡാട്ടോ. അതായത് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ആ ഒരു ഗോൾഡൻ ബീഡ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് 2 ഗോൾഡൻ ബീഡും ഇടയ്ക്ക് നമ്മുടെ ഗ്രീൻ ക്രിസ്റ്റൽ ബീഡാണ് യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ബീഡ് ഒരു 8 എണ്ണം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഗ്യാപ്പിലേക്ക് 2 ഗോൾഡൻ ബീഡും വീണ്ടും 8 എണ്ണം ഗ്രീൻ ബീഡും അങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് ഇതുപോലാണ് കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ലെയറിന് അതായത് ടോപ്പ് ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവെടുത്തിട്ട് നമ്മുടെ ഗിയർ ലോക്ക് ഒന്നിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് വെച്ച് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആട്ടോ. അതിന് മുന്നേ നമ്മൾ ഒരു സെൻറ്റർ ലോക്ക് ഇട്ട് ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീൻ കളറിലുള്ള നീളത്തിലുള്ള ഷുഗർ ബീഡ്സ് ഇട്ട് അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ഗിയർ ലോക്കും കൂടി ഇട്ട് ലാസ്റ്റ് ലോക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഹാങ്ങിങ് ഹുക്കില്ലേ അതും കൂടി നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് ലൈറ്റായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ ഗോൾഡൻ ടച്ചും ഒരു ഗ്രീൻ ടച്ചും കൂടെ വരുന്ന രീതിക്കുമാണ് ഞാനത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസും ഒന്ന് അറിയിക്കണമേ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഡബിൾ ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കളർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. അപ്പോൾ ഒക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.